സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ബ്രഹ്മാവ് തപസ്സനുഷ്ഠിച്ച് വൈകുണ്ഠം കണ്ടു എന്നും അതിൽ മഹാലക്ഷ്മി വിലസിക്കുന്നു ശോഭിക്കുന്നതായിട്ടും വർണ്ണിച്ചു. പല അത്ഭുതങ്ങളും ഉണ്ട്. അതിൽ മഹാലക്ഷ്മിയാണ് അവസാനം വർണ്ണിക്കപ്പെട്ടത്. ഇനി അതിൽ സാക്ഷാൽ ഭഗവാനെ വർണ്ണിക്കുകയാണ്. ഏറ്റവും പ്രധാന കഥാപാത്രം ഭഗവാനാണല്ലോ. ആ ഭഗവാനെ ബ്രഹ്മാവ് ദർശിച്ചത് വർണ്ണിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം പാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപദീപ്രാകൃതി ശ്രീവത്സാങ്കിതം ആത്തകൗസ്തുഭമണിച്ഛായാരുണം കാരുണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ബാധുമേ. ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠത്തിൽ ഏവം പ്രദർശിതേ തത്ര പ്രകാരം കാണിച്ചു കൊടുത്തതായിട്ടുള്ള അവിടെ ആ സ്ഥാനത്ത് നിജപദേ തൻ്റെ സ്ഥാനത്ത് എന്ത് കണ്ടു? സാക്ഷാൽ ഭഗവാനെ കണ്ടു. ആ സർവേശ്വരനായിരിക്കുന്ന തവ രൂപം വിധി ഐക്ഷത അങ്ങയുടെ രൂപത്തെ ഭഗവാൻ കണ്ടു. അത്യധികം ദുർലഭമായ, കാണാൻ പ്രയാസമുള്ള, കാണാൻ സാധിക്കാത്ത, ഏതാണ്ട് അസാധ്യം തന്നെ പറയാം. ആ തവ രൂപം ഐക്ഷത വിധി. എങ്ങനത്തെ അങ്ങനെയാണ് കണ്ടത്? കണ്ടു എന്ന് പറഞ്ഞു. വിധി ഐക്ഷത കണ്ടു. ഐക്ഷത എന്നുള്ള ക്രിയ വെച്ചിരിക്കുന്നത് എവിടെയാണ്? 4ാമത്തെ വരിയിലാണ്. വിശ്വേഷാം തവ രൂപം ഐക്ഷത വിധി. വിധി ബ്രഹ്മാവ്. വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് തവ രൂപം ഐക്ഷത അങ്ങയുടെ രൂപത്തെ കണ്ടു. എങ്ങനത്തെ അങ്ങ്? അതാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് വരികളിൽ. രത്നാസനാധ്യാസിതം ആദ്യത്തെ വിശേഷണമാണ്. രത്നത്തിൻ്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് ഭഗവാൻ. രത്നസിംഹാസനത്തിലിരിക്കുന്നതായിട്ടാണ് ശരിക്ക് സങ്കല്പം. അതായത് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ ശരിക്ക് ധ്യാനം വേണ്ടത് അങ്ങനെയാണ്. നമ്മളൊക്കെ ശാന്താകാരം ഭുജഗശയന ചെല്ലണത്. വിഷ്ണു സഹസ്രനാമം ധ്യാനമല്ല അത് വിഷ്ണുവിനെ പറ്റി പറയുന്ന ഒരു ശ്ലോകം ഇത്രയേ ഉള്ളൂ. അത് ഇതിലേക്ക് എടുത്തു ചെല്ലുകയാണ്. ശരിക്കും ധ്യാനത്തിൽ വേണത് ക്ഷീരോദന്നത് പ്രദേശേ ശുചിമണി വിലതൈകദേമത്തികാനാം മാലാക്ലുപ്താതനത്തത്പടികമണി നിമേർ. ആ ശ്ലോകമാണ് ചെല്ലേണ്ടത്. അത് പാലാഴി തീരത്തെ മണലിൽ ഉള്ള കൽപ്പിക്കപ്പെട്ടതായ രത്നാസനത്തിൽ ഇരിക്കുന്ന പോലെയുള്ള ഭഗവാന്റെ സ്വരൂപമാണ്. നിൽക്കല്ല, രത്നാസനത്തിൽ ഇരിക്കുക. അതാണ് രത്നാസനാധ്യാസിതം. ശരിക്കും വിഷ്ണുവിനെ വർണ്ണിക്കുമ്പോൾ അങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നാണ് പറയുക. രത്നാസനാധ്യാസിതം, രത്നാസനത്തിൽ ഇരിക്കണ പോലെ, അല്ലാണ്ട് നിൽക്കണ പോലെയല്ല ശരിക്കും വിഷ്ണുവിനെ ധ്യാനിക്കേണ്ടത്. എല്ലാതും അങ്ങനെയാണ്. ശിവനാണെങ്കിലും ദേവിയാണെങ്കിലും ലളിതാർത്ഥനാമത്തിൽ എങ്ങനെയാണ്? സിംഹാസനത്തിലായിരിക്കണം. ധ്യായേ സിംഹാസന പത്മാസനസ്ഥാം, പത്മാസനത്തിരിക്കുന്ന ദേവിയാണ് ധ്യാനിക്കുന്നത്. ഒക്കെ ഇരുത്താണ് പോസ്. രത്നാസനാധ്യാസിതം, രത്നാസനത്തിൽ നന്നായി ഇരിക്കുന്ന പോലെയുള്ള ബാസ്തത് കോടിലതത് കിരീടകടകാത്യാകൽപതി പ്രാകൃതി ശോഭിക്കുന്ന കിരീടം, കടകം മുതലായിട്ടുള്ള ആഭരണങ്ങളോട് കൂടിയത്. കോടി സൂര്യപ്രകാശത്തോടു കൂടി സൂര്യസമൂഹം പോലെ കിരീടകടകാത്യാകൽപതി പ്രാകൃതി ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്നതുമായ ശരീരമാണ്. അനവധി സൂര്യന്മാരുടെ പ്രകാശമുണ്ട്. ആഭരണങ്ങളാൽ ഉള്ള തിളക്കവും ഉണ്ട്. ശരീരം തന്നെ തിളങ്ങുന്നതാണ് ആഭരണം ഇല്ലെങ്കിലും. ആഭരണങ്ങളുടെ തിളക്കം പുറമേ. അതാണ് രത്നാസനാധ്യാസിതം. ഭാസ്വത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, ഭാസ്വത് ശോഭിക്കുന്ന. കോടി ലസത് കിരീടകടക സൂര്യസമൂഹം പോലെ
കോടിലസത് കിരീടകടകാദ്യാകൽപ്പദീപ്രാകൃതി. വളരെയേറെ ശോഭിക്കുന്ന സൂര്യകോടി പ്രകാശത്തോടു കൂടി ഉള്ള കിരീടം, പിന്നെ കടകം, കൈവളയക്കള മുതലായിട്ടതൊക്കെ അണിഞ്ഞ് ദീപ്രാകൃതി പ്രകാശിക്കുന്ന സ്വരൂപത്തോടു കൂടി ഉള്ളതും. ഇനി അടുത്തത് ശ്രീവത്സാങ്കിതം. ഭഗവാന്റെ മാറത്തുള്ള ഒരു രോമവിശേഷമാണ് ശ്രീവത്സം, മറുക് എന്നൊക്കെ പറയാം. ലക്ഷണമുള്ള ശ്രീവത്സം ശോഭിക്കുന്നതും ആങ്കിതം ശ്രീവത്സം ഉള്ളതും. ആത്ത കൗസ്തുഭ മണിഛായാരുണങ്കാരുണം. പിന്നെ ഉള്ളതാണ് കൗസ്തുഭരത്നം. അമൂല്യമായി വിലപിടിച്ച മിന്നിത്തിളങ്ങുന്ന ആ രത്നത്തോട് കൂടിയതും. തുടുത്ത രത്നം, ചുവന്ന രത്നമാണ്, രത്നത്തോട് കൂടിയിട്ടുള്ളതും. ശ്രീവത്സ ചിഹ്നമുള്ളതും കൗസ്തുഭരത്നം കൊണ്ട് ചുവന്ന നിറം മിന്നിത്തിളങ്ങുന്ന ചുവന്ന നിറമാണത്, പ്രകാശിക്കുന്നതും. ഛായാരുണം, സൂര്യൻ്റെ നിറമുള്ളതിനാണ് ചുവപ്പ്. അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. കാരണം വിശ്വേഷാം തവരൂപമൈക്ഷത വിധി. നേരത്തെ പറഞ്ഞതാണ് വിധി തവരൂപം ഐക്ഷത. ബ്രഹ്മാവ് അങ്ങയുടെ രൂപത്തെ കണ്ടു. തത്തേ വിഭോ ബാതുമേ. തത്ത് അങ്ങനത്തെ തേ അങ്ങയുടെ, അങ്ങനെയുള്ള അങ്ങയുടെ ആ ഇരിപ്പിടം അല്ലെങ്കിൽ വൈകുണ്ഠ അനുഭവം ലാഭം എനിക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. എനിക്കും ഈ സൗഭാഗ്യം കൈവരാനായിക്കൊണ്ട് ഭാഗ്യം ഉണ്ടാവണമേ. അപ്പോൾ ഏതാണ് അതിലത്തെ ക്രിയയും കൊണ്ടാണ് എപ്പോഴും ബാക്കിയുള്ള കാര്യം അതിനോട് ചോദിക്കണം എന്നാണ്. ക്രിയ ഇവിടെ തവരൂപം ഐക്ഷത വിധി. വിധി തവരൂപം ഐക്ഷത. ഐക്ഷതയാണ് കണ്ടു ക്രിയ. ബ്രഹ്മാവ് അങ്ങയെ കണ്ടു. എങ്ങനത്തെ അങ്ങയെ? തത്രൈവം പ്രതിദർശിതേ നിജപദേ. തൻ്റെ സ്ഥാനത്ത് രത്നാസനാധ്യാസിതം, രത്നസിംഹാസനത്തിൽ കുടികൊള്ളുന്നവനും. പിന്നെയോ ഭാസത് കോടിലസത് കിരീടകടകാദ്യാകൽപ്പദീപ്രാകൃതി. മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കിരീടം, കടകം, മറ്റാഭരണങ്ങൾ ഇവ കൊണ്ട് ശോഭിക്കുന്നതായ. പിന്നെ മൂന്നാമത് ശ്രീവത്സാങ്കിതം. ശ്രീവത്സം എന്ന മറുകുവിശേഷമുള്ളതും. ആത്ത കൗസ്തുഭമണി ഛായാരുണം കാരുണം. കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ കൊണ്ട് ചുവന്ന പ്രകാശം ഉള്ളതും. 4 വിശേഷണമാണ്. രത്നാസനത്തിലിരിക്കുന്നത്, കോടി സൂര്യപ്രകാശത്തോടു കൂടിയുള്ള കടകം, കിരീടം മുതലായിട്ട് മിന്നിത്തിളങ്ങുന്നത്, ശ്രീവത്സം ഉള്ളത്, മറുകു വിശേഷം, രോമവിശേഷം ഒക്കെയാണ് ശ്രീവത്സം. ആത്ത കൗസ്തുഭം മണി, രത്നങ്ങളെ കൊണ്ട് മിന്നിത്തിളങ്ങുന്ന കൗസ്തുഭം ധരിച്ചിരിക്കുന്നതും 4 വിശേഷണം ആയ. തവ രൂപം വിധി ഐക്ഷത. അങ്ങയുടെ രൂപത്തെ വിധി കണ്ടു, ബ്രഹ്മാവ് കണ്ടു. ആ ഒരു ലാഭം, ഭാഗ്യം എനിക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം. ഭാസത് കോടിലസത് കിരീടകടകാദ്യാകൽപ്പദീപ്രാകൃതി. ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണി ഛായാരുണങ്കാരുണം. വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ബാതുമേ. ഞാൻ വൈകുണ്ഠത്തെ അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കണു. കാളാംബോധകളായ കോമളരുചീവക്രേ ചക്രേണ ചക്രം ദിശാം ആവൃണ്ണാനമുദാരമന്ദഗസിതസ്യന്തപ്രസന്നാനനം. രാജത്കമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം. സ്രഷ്ടുത്തൊട്ടികരം ദബുദ്ധവ വിഭോ മത്രോഗമുദ്ദാസയേത്. സർവേശ്വര, അങ്ങയുടെ ആ സ്വരൂപം നേരെ മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ രോഗത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ വരുമോ? രോഗമൊക്കെ പോവില്ലേ പറയാണ്. അങ്ങയുടെ ആ രൂപം എൻ്റെ രോഗത്തെ ഇല്ലായ്മ ചെയ്യട്ടെ. ധ്യാനിച്ച് 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 ഈശ്വരസ്വരൂപത്തെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാവുക. വന്ന രോഗങ്ങളില്ലാണ്ട് അവന് പച്ച മലയാളത്തിൽ പ്രാർത്ഥിക്കും. വരുന്ന രോഗങ്ങൾ അകന്നു പോവാൻ വരന്തരേണേ ഗുരുവായൂരപ്പ. ഞങ്ങളങ്ങനെ ചെല്ലുന്നല്ലാണ്ട് അതിൻ്റെ തത്വം ആലോചിക്കണമൊന്നുമില്ല. ഈ ഈശ്വര രൂപം മനസ്സിൽ ധ്യാനിച്ച് അരോഗമായിട്ടുള്ള ശരീരം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് അത്ര അധികം ഫലമുണ്ട്. ഈ ശരീരത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? ഈശ്വരനാണ്. അതുകൊണ്ട് ആ ഈശ്വരാധീനം ഉണ്ടാവുക, ദൈവത്തിനെ ഭജിക്കുക. ഉള്ള രോഗം മാറാനും രോഗം വരാണ്ടിരിക്കാനും ഒക്കെ ഈ പ്രാർത്ഥനകൾ. എത്രയോ ആൾക്കാരുണ്ട് എനിക്ക് രോഗം വരുന്ന പേടിയില്ല കേട്ടോ, കാരണം ഞാൻ അങ്ങനെ ഉപാസന ചെയ്യുന്ന ആളാണ്.
ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അവർക്കത് പറയാൻ കഴിയണം? ഞാൻ അത്ഭുതപ്പെട്ടു, ഈശ്വര അവരെ എങ്ങനെ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞു. അവർ വരാറുമില്ല കേട്ടോ, ആ പറയണവർക്ക് വരാണ്ട കണ്ടിട്ടുണ്ട്. തൂക്കടായിട്ട് അവർ കിടക്കില്ല. അവർ ചോദിച്ചിട്ടുണ്ട്, ഒരു പനിയായിട്ട് അടിയൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരാൾ അങ്ങനെ ചോദിക്കും. കണ്ടില്ല, സത്യമാണ്. അപ്പോൾ ഈ ഈശ്വരോപാസന കൊണ്ട് ഒരു പരിധി വരെ ഈ രോഗത്തെ ഇല്ലായ്മ ചെയ്യാം. കാരണം അത് ന്യായമായിട്ടുള്ളൊരാവശ്യം കൂടിയാണ്. ഇപ്പോൾ ധനം വേണം, വീട് വേണം, ബംഗ്ലാവ് വേണം, കാറ് വേണം എന്നൊക്കെ ചോദിച്ചാൽ ഭഗവാന് തള്ളാം. അതിപ്പോൾ ഇല്ലാണ്ട് എന്താ കഴിഞ്ഞൂടെ? പക്ഷേ ആരോഗ്യം ഇല്ലാണ്ട് ആർക്കെങ്കിലും കഴിക്കാൻ പറ്റും, നീട്ടടക്കാൻ പറ്റുമോ? അപ്പം ന്യായമാണ്. ന്യായമായിട്ടുള്ള പ്രാർത്ഥനകൾ ഭഗവാൻ ഒന്നുകൂടി കേൾക്കും, നന്നായിട്ട് കേൾക്കും. ഇല്ലാണ്ട് എങ്ങനെ ഭഗവാനെ വഹിക്കാനടക്കം പറ്റുമോ? അപ്പം മദ്രോഗമുദ്ദാസയേത്, ആ ഈശ്വര സ്വരൂപത്തെ ധ്യാനിച്ച് എനിക്ക് രോഗം ഇല്ലാണ്ടാവണമേ. ഇത്ര പ്രാർത്ഥനകളാണ്. രോഗം ഇല്ലാണ്ടാവാൻ വേണ്ടി ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുക. അത് സമ്പ്രദായം തന്നെ. ധന്വന്തരി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, മുക്കടി കഴിക്കുക. ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കാണ് ധന്വന്തരി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, അവിടെ പോയിട്ട് തൊഴുക. ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പല ദിക്കിലുണ്ടാവില്ലേ, കോട്ടയ്ക്കലുണ്ട് ധന്വന്തരി ക്ഷേത്രം. അതുപോലെ ഇവിടെയുണ്ട് കോയമ്പത്തൂർ ഒക്കെ ധന്വന്തരിയാണ് അവരുടെ ഉപാസനാമൂർത്തി. ചികിത്സ ബലിക്കണം, മരുന്ന് ബലിക്കണം. എൻ്റെ രോഗത്തെ ഇല്ലാതാക്കട്ടെ. എങ്ങനത്തെ ഭഗവാൻ? മുമ്പത്തെ വരികളിൽ കാളാംബോധകളായ കോമളരുചിച്ചക്രേണ ചക്രം ദിശാമാവൃണ്ണാനം, ഒറ്റ ബ്ലോക്കാണ് അതുവരെ. ദിശകളെ പ്രകാശിപ്പിക്കുന്ന ദിശാം ആവൃണ്വാനം, ദിശകളെ ചുറ്റും പ്രകാശിപ്പിച്ച് മൂടുന്നത്. എന്നാണ് ആവൃണ്വാനം. എന്തുകൊണ്ടാണ് മൂടുന്നത്? കാളാംബോധകളായ കോമള രുചി കൊണ്ടാണ്. നീലമേഘശ്യാമളം കളായ കുസുമം പുഷ്പം, നീല നിറാത്രയത്. അതിനോട് ഉപമയ്ക്കും ഭഗവാനെ കളായ കോമളത്തോട് കൂടിയിട്ടും നീലമേഘത്തോട് കൂടിയിട്ടും. അംബോധം മേഘം, ജലം നിറഞ്ഞ നീലമേഘം പോലെയും കളായ കുസുമത്തിനെ പോലെയും ഭംഗിയുള്ള പ്രകാശചക്രം കൊണ്ട്, പ്രകാശ കൂട്ടം കൊണ്ട് ദിശാമാവൃണ്വാനം, ദിശയെ മൂടിയിരിക്കണു. അപ്പുറത്തുള്ള ആകാശമോ കാര്യങ്ങളോ കാണാനില്ല. മഞ്ഞ് മൂടിയ മഞ്ഞല്ലേ കാണൂ. അതേപോലെ ഇവിടെ മൂടിയിരിക്കുന്നത് എന്താണ്? ഭഗവാന്റെ നീലപ്രകാശം. മഞ്ഞ് പോലെ അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് നീലപ്രകാശം. ആ നീലപ്രകാശത്താൽ ദിക്കുകൾ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് കാണാൻ സാധിക്കാതെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആവൃണ്വാനം, നീലപ്രകാശം കൊണ്ട് മറ്റുള്ളതിനെയൊക്കെ മറച്ചിരിക്കുന്നു. രണ്ടാമത് ഉദാരമന്ദഗസിത സന്തപ്രസന്നാനനം, പ്രസന്നമായിട്ടുള്ള മുഖം. നോക്കിയാൽ തന്നെ നമുക്കൊരു ആനന്ദം ഉണ്ടാവും. എന്താണ് പ്രസന്നാനനത്തിൻ്റെ വിശേഷണം? ഉദാരമന്ദഹസിതം, ആരെയും മോഹിപ്പിക്കുന്ന മന്ദഹാസമുള്ളത്. മന്ദഹാസം നോട്ടം, രാധാസഹായം അതിസുന്ദരമന്ദഹാസം. ആ മനോഹരമായിട്ടുള്ള മന്ദഹാസം ആണ് മായയിൽ എല്ലാവരെയും മുക്കണു. മായയാണ് ഭഗവാന്റെ മന്ദഹാസം. രാജത് കമ്പുഗദാരി പങ്കജതര, രാജസ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന. രാജത്ത് എന്താണ് പ്രകാശിക്കുന്നത്? കമ്പു, ശംഖ, ഗദ, അരി എന്ന് പറഞ്ഞാൽ ചക്രം. അരി ഊണേക്കണ അരിയല്ല കേട്ടോ, അരി വാക്ക തന്നെയാണ്. പക്ഷെ അരി എന്ന് പറഞ്ഞാൽ ചക്രം. പിന്നെ പങ്കജം, താമരപ്പൂവും. ഇപ്പം എന്തൊക്കെ? ഈ കമ്പു, ശംഖ, ഗദ നമുക്കറിയാം. ദരി, അരി, കമ്പു, ഗദ, അരി. അരി, ഗദ പ്ലസ് അരിയാണ് ഗദാരി. ദാരി അവിടെ ഇല്ല. ഗദ പ്ലസ് അരി ആണ് ഉള്ളത്. ആരിയല്ല, അരി. രണ്ട് ഹ്രസ്വം വന്നപ്പോൾ ദീർഘ ആയതാണ്. ഗദ പ്ലസ് അരി ഈസ് ഈക്വൽ ടു ഗദാരി. ഗദ അരി കൂടിയപ്പോൾ ഗദാരി ആയതാണ്. ദാരി അവിടെ ഇല്ല, ശരിക്കും ദീർഘമില്ല, അരി ആണ് ഉള്ളത്. അപ്പം ഗദയും അരിയും കൂടിയപ്പോൾ ഗദാരി, ചക്രം. പങ്കജം, താമരപ്പൂവ്, ശംഖ്, ഇതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീമത് ഭുജാമണ്ഡലം, തിളങ്ങുന്ന കൈകളോടുകൂടിയ സ്രഷ്ടു തുഷ്ടികരം, ബ്രഹ്മാവിന് ആനന്ദത്തെ കൊടുക്കുന്ന. സ്രഷ്ടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവിന് ആനന്ദത്തെ കൊടുക്കുന്നതുമായ തേ വബു, അങ്ങയുടെ ശരീരം എൻ്റെ രോഗത്തെ ഇല്ലാണ്ടാക്കട്ടെ. ആ ശരീരത്തെക്കുറിച്ചുള്ള സ്മരണ തന്നെ മതി എൻ്റെ രോഗത്തെ മാറ്റാൻ എന്ന് പറഞ്ഞു. കാളാംബോധ കളായ കോമളരുചി ചക്രയുടെ ചക്രം ദിശാമാവൃണ്വാനം, നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടിയും മേഘത്തിൻ്റെയും നിറമുള്ള ആ നിറം കൊണ്ടും പ്രകാശം കൊണ്ടും ദിക്കുകളെ മറയ്ക്കുന്നതും
ഉദാരമന്ദഹസിതസ്വന്തപ്രസന്നാനനം, മന്ദഹാസം കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയതും, ശംഖചക്രം ഗദ താമരപ്പൂവ് മുതലായിട്ടത് കൈ ധരിച്ചിട്ടുള്ളതും, ശ്രീമത് ഭുജാമണ്ഡലം, ആ കൈകൾ ബ്രഹ്മാവിന് ആനന്ദത്തെ കൊടുക്കുന്നതിനോടൊപ്പം എൻ്റെ രോഗത്തെയും ഇല്ലായ്മ ചെയ്യട്ടെ. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശാമാവൃണ്വാനം, അതുവരെ ഒന്നാണ്. ദിക്കുകളെ കൊണ്ട്, നീല നിറത്തിനെ കൊണ്ട് ദിക്കുകളെ മറയ്ക്കുന്നത്. ഉദാരമന്ദഹസിതസ്വന്തപ്രസന്നാനനം 2, മന്ദഹാസം കൊണ്ട് മനോഹരമായിട്ടുള്ള മുഖം. രാജത് കമ്പുകധാരി പങ്കജധര 3, ശംഖചക്രഗദാത്മാദികൾ വിളങ്ങുന്ന കൈകളോട് കൂടിയതും. ഷഷ്ഠ തുഷ്ടികര 4 വിശേഷണം, ബ്രഹ്മാവിന് ആനന്ദത്തെ കൊടുക്കുന്നതും ആയ അങ്ങയുടെ ശരീരം എൻ്റെ രോഗത്തെ ഇല്ലായ്മ ചെയ്യട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.